ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ അൺബോക്സിങ് കാണുമ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോട്ടറോള സിഗ്നേച്ചറാണ്. നിങ്ങൾക്ക് അറിയാം ഈ സാധനം ഇപ്പോൾ 52-53 രൂപയ്ക്ക് നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് പറയാം. എസ്പെഷ്യലി നമ്മൾ സ്പെക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ആക്ച്വലി കോമ്പറ്റീഷൻ വരുന്നത് Vivo X200T ആണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വിവോൻ്റെയും X300ഉം ഇതും കൂടി കമ്പയർ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഷോർട്ട്സ് അത് ഇന്നലെ ഇട്ടതാണ്. ഇന്ന് കാണാത്തവരൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഇത് ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചാണ്. ഇത് നമുക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഒഫീഷ്യലി കിട്ടില്ല. ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഇത് 12GB 126GB വേരിയൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോൺ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം. എനിക്ക് ആക്ച്വലി ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24 മണിക്കൂറിൻ്റെ താഴെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഈ ഫോൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എന്തായാലും റൂമിലേക്ക് പോകും. എവിടെ ഇരിക്കാൻ വരുന്നില്ല, കൊടുക്കാത്ത ചൂട്. അപ്പോൾ AC-യുടെ വീഡിയോസൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും AC വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതും ബഡ്ജറ്റ് കാറ്റഗറിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ് ഒരു വീഡിയോ ഇട്ടുണ്ട് 30 റേഞ്ചിൽ വരുന്ന AC-കളുടെ കാര്യം പറഞ്ഞിട്ട്. കാണാത്തൂർ പോയി കണ്ടു നോക്കട്ടെ പെട്ടെന്ന്. എന്താ വെച്ചാൽ ഡീല് പോവും. ഫ്ലിപ്കാർട്ടിലാണ് ഡീൽ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലേക്ക് വന്നിട്ട് നിങ്ങൾ അതിൻ്റെ അൺബോക്സിങ്ങുകളൊക്കെ കണ്ടിട്ട് വേട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടറോള സിഗ്നേച്ചറിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. പേപ്പർ ബോക്സ് തന്നെയാണ്, നല്ല മണം കിട്ടുക. നിങ്ങൾക്കറിയില്ല മോട്ടറോള എല്ലാ ഫോണുകളിലും മണം കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ MRP ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ചിലപ്പോൾ നിങ്ങൾക്കത് ഫോക്കസ് ആവുന്നുണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ DJIൻ്റെ പോക്കറ്റ് 3ലാണ്. പോക്കറ്റ് 4 ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയുന്നുണ്ട്, ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ല, പ്രൈസ് അറിയില്ല. ചെറിയ സെൻസർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. 1 ഇഞ്ച് സെൻസർ തന്നെയാണ്, ഇതിലും 1 ഇഞ്ച് തന്നെയാണ്. പക്ഷേ ചെറിയതായിട്ട് ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. നോർമൽ ഇനി എൻ്റെ പ്രോ വേർഷൻ കൂടി വരുന്നുണ്ട്. എന്തായാലും നല്ല പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ MRP ഡീറ്റെയിൽസൊക്കെ കൊടുത്തത് 75,000 രൂപയ്ക്കാണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാം. 12GB 256GB വേരിയൻ്റ് ഉണ്ട്, 12GB 512GB വേരിയൻ്റ് ഉണ്ട്, 16GB 1TB വേരിയൻ്റ് ഉണ്ട്, ഒലിവ് ഗ്രീനും ഉണ്ട്, പിന്നെ കാർബൺ കളർ. ഇവരുടെ പാൻറ്റോൺ ആയിട്ട് ടൈപ്പ് ഉണ്ട് വരിക. അതുകൊണ്ട് ഒരു പാൻറ്റോൺ കളറും കളേഴ്സിൻ്റെ നെയിമിലാണ് ഇത് വരിക. പിന്നെ നിങ്ങൾക്കറിയാം ഇവരുടെ പേരെല്ലാം ഒരു വെറൈറ്റി പേരുകളാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവം ബോക്സിൽ വരുന്നത്. അപ്പോൾ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പൗച്ച് കിട്ടും. നമ്മുടെ സാംസങ്ങിൻ്റെ പോലെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് കിട്ടും. അതിൽ നമുക്ക് ഗിഫ്റ്റ് സ്റ്റാർ ഗൈഡും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുള്ളൂ. സിം ചെട്ടഡുകളും അങ്ങനത്തെ പരിപാടികളും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വെൽക്കം സിഗ്നേച്ചറിൻ്റെ സീരീസിലേക്ക് വെൽക്കം എന്ന് പറഞ്ഞൊരു വെൽക്കം നോട്ട് പോലെ സംഭവമുണ്ട്. എല്ലാം ബ്ലാക്ക് കളറിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബില്ലുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഇങ്ങനത്തെ ഒരു പേപ്പർ കവറിലായിരിക്കും നമ്മുടെ ഫോൺ പൊതിഞ്ഞിട്ടുണ്ടാവുക. ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു വാർണിംഗ് ചെയ്തിട്ടുണ്ട് UV സ്ക്രീൻ പൊട്ടറിനെതിരായിട്ട്. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി മൈക്രോ കർവ് വരുന്ന ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഗ്ലൂ വരുന്ന UV ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് അവർ സ്റ്റിക്കറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യം പിന്നെ ഇതും അതിൻ്റെ ചട്ട ഇതൊക്കെ പേപ്പർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കേബിളും വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി ചാർജറാണ് കേട്ടോ. PDBPS ചാർജറാണ് 90 വാട്ടിൻ്റെ. അത് ഓൾമോസ്റ്റ് അതിന് നിങ്ങൾ തന്നെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 14,000 രൂപ എന്തായാലും ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ഒരു 10-12 മണിക്കൂറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോൺ വരുന്നത്. അത്യാവശ്യം വലിയ വൈഡായിട്ടുള്ള ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾക്ക് നമ്മുടെ OnePlus 13ൻ്റെ ഡിസ്പ്ലേക്ക് ഇല്ലേ, അതുപോലത്തെ ഒരു ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ ഈ പരിപാടി പിന്നെ അവർ നിർത്തിയില്ല. ആദ്യത്തെ ഒരു മോഡലിൽ മാത്രമേ ഇറങ്ങിയുള്ളൂ. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഞാൻ അതിൻ്റെ തന്നെ ആദ്യത്തെ കുറച്ച് കോൺസുകളുടെ കാര്യം പറയാം. അപ്പോൾ എന്തായാലും കുറേ പേര് നോക്കുന്ന ഒരു പരിപാടിയായിരിക്കും കോൺസുകളുടെ. അപ്പോൾ ഞാൻ കുറച്ച് ഇത് ഇത്ര യൂസ് ചെയ്തിട്ട് നമ്മളിതിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കോണുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കോൺ എന്ന് പറയുന്നത് ഇതിൽ eSIM സപ്പോർട്ടില്ല. അതൊരു 50-60 രൂപയുടെ ഫോൺ ലോഞ്ചായ ഫോണാണ്. എന്നിട്ട് പോലെ അതിൽ eSIM സപ്പോർട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ Vivo X200F ഉണ്ടാകുന്നില്ല eSIM സപ്പോർട്ട്. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ മാർച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്ഡേറ്റ് ഇഷ്യൂ ഇപ്പോൾ ഇല്ല. സിഗ്നേച്ചറിൽ എന്തായാലും ഇല്ല. എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റ് മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ ഇന്നലെ തന്നെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് അപ്ഡേറ്റ് എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഡോൾബി വിഷൻ സപ്പോർട്ടില്ല. ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്, പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ഡോൾബി വിഷൻ സപ്പോർട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നോർമൽ സാംസങ്ങിലും വിവോയിലൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഇല്ല. നമ്മുടെ ഗൂഗിളിൻ്റെ സംഭവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതൊക്കെയാണ് നോർമലി നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്ത കുറച്ച് കോൺസുകൾ എന്ന് പറയാനുള്ളത്. ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കോൺസ് ഇല്ല എന്നല്ല, കോൺസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പോകാം. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് നോച്ച് ഡിസ്പ്ലേ എന്ന് പറയാം. LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 165 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയേണ്ടായിരിക്കും. നല്ല കിടിലൻ ഡിസ്പ്ലേ വിത്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആണ്. അപ്പോൾ അതിനും ഇഷ്യൂസും കാണുന്നില്ല, നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്ക്രീൻ ഗാർഡും കേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. കേസ് നമുക്ക് പിന്നെ വാങ്ങിച്ച ഒട്ടിക്ക് ഇടാം. പക്ഷേ സ്ക്രീൻ ഗാർഡ് ഈ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നാമത് അറ്റ്ലീസ്റ്റ് കൊടുക്കാമായിരുന്നു വരിക. അതൊരു തോൽവിയായി പോയി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പറയുമ്പോൾ അതിൽ കോർണിംഗ് ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. എന്നാലും സ്ക്രാച്ചൊക്കെ വരും. ഏത് പ്രൊട്ടക്ഷൻ എന്തായാലും സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10 ഔട്ട് ഓഫ് 10 തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് സാധനത്തിന് കേട്ടോ. എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം.
കർവ് ആയിട്ടുള്ള ചെറുതായി എനിക്ക് കർവ് ഡിസ്പ്ലേ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. കർവ് ആയെന്നുള്ളൊരു പ്രോബ്ലം മാത്രമല്ല, കാണുമ്പോൾ കർവ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ ചെറിയ മൈക്രോ നിങ്ങൾ OnePlus 13 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയണ്ടായിരിക്കും. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വരാവുന്നത് ബിൽഡ് ക്വാളിറ്റിയിലാണ്. അപ്പോൾ ഇത് ഫുൾ അലുമിനിയം ബിൽഡാണ് വരുന്നത്. ബാക്ക് സൈഡിലാകുമ്പോൾ ഒരു ലിനൻ ഫിനിഷാണ് വരുന്നത്. ഇത് കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞു. ഇനി ഒരു ഒലീവ് കളറും വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസ് ഇടായിരിക്കും നല്ലത്. എന്താ പറയുക, പിന്നെ പൊട്ടില്ല എന്ന് വേണം മാത്രം നിലത്ത് വീണ് കഴിഞ്ഞാൽ. പിന്നെ പക്ഷേ നിങ്ങൾക്ക് ക്യാമറയുടെ ബോഡിയുമൊക്കെ മെറ്റലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 3 ക്യാമറയുടെ കാര്യം നമ്മൾ എന്തായാലും പിന്നെ പറയാം. പിന്നെ നമുക്ക് 3 ബട്ടൺസ് വരുന്നുണ്ട്. പവർ, വോളിയം, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോ എ എന്ന് പറഞ്ഞ ബട്ടൺ വരുന്നുണ്ട്. ഭയങ്കര സ്ലിമ്മാണ്. 6.9 mm മാത്രമേ ഉള്ളൂ. 185-189 ഗ്രാം ആ റേഞ്ചിലൊക്കെ നമുക്ക് വെയിറ്റ് വരുന്നുള്ളൂ. വെയിറ്റ് ഭയങ്കര കുറവാണ്. അത് നല്ല ഒരു സംഭവം തന്നെയാണ്. പിന്നെ സ്പീക്കറും കാറിലും സിം വെച്ചിട്ടുള്ള സംഭവമൊക്കെ താഴെ വരുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും ടോപ്പ് തന്നെയാണ്. 9 out of 10 വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക UI-യും അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. UI എന്ന് പറയുമ്പോൾ മോട്ടോ UI ആണ് വരുന്നത്. Android 16 ആണ് വരുന്നത്. 7 കൊല്ലത്തെ അപ്ഡേറ്റ്സ് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല. മോട്ടോ UI ആണ് ഇതിൽ. ശരിക്കും ആക്ച്വലി ഇവരുടെ മോട്ടോയുടെ പ്രശ്നം എന്താ വെച്ചാൽ കറക്റ്റ് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. നിങ്ങൾ പിക്സൽ UI ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതുവരെ ഇത്ര കാലം പിക്സൽ 10 ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ സെൽ ഔട്ട് ചെയ്തു. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. ഇത് ഓൾമോസ്റ്റ് സെയിം പിക്സൽ UI തന്നെ വിത്ത് മൈന്യൂട്ട് വരെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ ഈ പരിപാടിയൊക്കെ ആയിട്ടുള്ള ഓഫ് അതൊക്കെ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് ഡിഫറൻസ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് പിക്സൽ UI. ഇവർക്ക് ആക്ച്വലി പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് കുറച്ച് ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂസുകളുണ്ട്. ഈ ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മെയിനായിട്ട് ആ പ്രശ്നം വരുന്നത് ഈ ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂലാണ്, പ്രോസസ്സിങ്ങിലും സംഭവത്തിലൊക്കെയാണ്. അല്ലെങ്കിൽ ഇവർ ടോപ്പ് നോച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ് വരുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കിടിലൻ പ്രൊസസ്സറാണ്, ഗെയിമിംഗ് കളിക്കുകയൊക്കെ ചെയ്യാം. ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇനീഷ്യലി നമ്മൾ ആദ്യം ബൂട്ട് ചെയ്തപ്പോൾ കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ചെറുതായിട്ട് വാമായിരുന്നല്ലാണ്ട് വേറെ അതിനുശേഷം പിന്നെ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതും ടോപ്പ് നോച്ചാണ്. 12 GB വേരിയൻ്റ് റാമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. UFS ആണ്. നമ്മുടെ സ്റ്റോറേജും നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ സാംസങ്ങിൻ്റെ SSD ഇതിൽ എന്താ പറയുക കുറച്ച് ഫയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ഞാൻ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ബാറ്ററിയുടെ ഏരിയയിൽ പറയുമ്പോൾ നമുക്ക് 5200 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ സൈസ് വെച്ച് നോക്കുമ്പോൾ 5200 mAh ബാറ്ററി വലിയ മോശമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി അത്യാവശ്യം ഒരു 8 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ചാർജിങ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക ഒരു 24 മണിക്കൂറിൻ്റെ ജസ്റ്റ് 24 മണിക്കൂർ ആവണുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 7-8 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ 2ാമത്തെ സൈക്കിളാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു 7 മണി രാത്രിയാണ് ചാർജ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളിതിപ്പോൾ ഫോട്ടോ എടുക്കാൻ നമ്മളിത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്നിട്ടും 60% ബാറ്ററി ഇപ്പോഴും ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് കുഴപ്പമൊന്നുമില്ല. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. 3 ട്രിപ്പിൾ സോണി LYT എന്താ പറയുക ലിറ്റിയ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിലായാലും 50 മെഗാപിക്സൽ സോണി LYT സെൻസർ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിൻ സെൻസർ എന്ന് പറയുന്നത് 828 ആണ്. നമ്മുടെ Vivo X300 Proയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്പെക്സിലൊക്കെ സാധനം ടോപ്പ് നോച്ചാണ്. ഇപ്പോൾ ഫോട്ടോസ് നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ വഴിയിൽ കാണിച്ചു തരാം. പക്ഷേ ഇതിൽ പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സപ്പോർട്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കുറച്ച് കുറവുകളുണ്ട്. അത് ഈ മോട്ടോ UIൻ്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് ചെറുതായിട്ട്. ഞാൻ ഫോട്ടോ സാമ്പിൾസൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ. നല്ല കളർഫുൾ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിഗ്നേച്ചർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പാൻറ്റോൺ ഒറിജിനൽ കളറായിട്ട് കിട്ടും കേട്ടോ. എനിക്ക് ആക്ച്വലി കുറച്ച് ബൂസ്റ്റർ കളേഴ്സൊക്കെയാണ് ഇഷ്ടം, വിവോൻ്റെയൊക്കെ പോലെ. അപ്പോൾ അതുപോലെ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പോർട്രേറ്റ് ഷോട്ട് എടുക്കുമ്പോഴും അത്യാവശ്യം നല്ലപോലെ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ലൈവായിട്ടൊരു ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ വേണമെങ്കിൽ ഒരു പോർട്രേറ്റ് ഷോട്ട് എടുത്ത് കാണിച്ചു തരാം. ഫാസ്റ്റാണ് കേട്ടോ, സമയമൊന്നും എടുക്കുന്നൊന്നുമില്ല. നല്ല ക്വിക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട് സംഭവം. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത പോർട്രേറ്റ് ഷോട്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിന് കണ്ടു. ക്യാമറ അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും ആക്ച്വലി ഇവർക്ക് ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ക്യാമറ. അത്രയ്ക്കും കാപ്പബിൾ ആയിട്ടുള്ള സെൻസേഴ്സും സ്പെക്സുമാണ് വന്നേക്കുന്നത്. ബാക്കിയൊക്കെ ഇവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂസാണ്. അത് ഇറങ്ങിയ സമയത്തിനായിട്ട് നല്ല പോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി സാമ്പിൾസും വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടാകും. വീഡിയോസും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വീഡിയോസൊന്നും കുഴപ്പമൊന്നുമില്ല. 8K വീഡിയോ വരെ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൂം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ സംഭവം ആൻഡ്രോയിഡിലുള്ള കുറച്ച് സ്മൂത്ത്നെസ് കുറവ് അത് ഇതിലുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൂമും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇഷ്യൂസ്, അതിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും, അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വിക്ക് ഓവർവ്യൂ എന്ന് പറയാനുള്ളത്. നമ്മൾ റിവ്യൂ എന്നല്ല, നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ഹവേഴ്സ് ആയിട്ടുള്ളൂ, അതായത് കുറച്ച് മണിക്കൂറുകളായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും സാധനം മെച്ചപ്പെട്ടിട്ടുണ്ട്, അത് ഉറപ്പാണ്. അപ്ഡേറ്റ്സ് അവർ നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സർവീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ മോട്ടോള, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഹിന്ദി ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അവർ കുറേ ഇതിനെതിരെ വീഡിയോ ഇട്ടവരൊക്കെ എടുത്ത് കളയണു, വക്കീൽ നോട്ടീസ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്, നമ്മൾ ഇതിന് മുമ്പ് മോട്ടോ എഡ്ജ് 17 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. അതിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, 2 മാസത്തിലൊരിക്കൽ അപ്ഡേറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്ഡേറ്റ് ഇഷ്യൂ ഇപ്പോൾ ഓൾമോസ്റ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇതിനെന്തായാലും സിഗ്നേച്ചർ സീരീസിൽ അവർ പ്രോമിസ് ചെയ്തത്, അപ്പോൾ എന്തായാലും ഇതിൽ അപ്ഡേറ്റ് എന്തായാലും വരും, കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട് അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട്, ഇപ്പോൾ എല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് ഇഷ്യൂസ് ഒന്നും ഇല്ല. സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ സീരീസിന് എക്സ്ട്രാ സെപ്പറേറ്റ് സർവീസാണ്. നമ്മുടെ വിവോ എക്സ് സീരീസിന് പോലത്തെ സർവീസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് വാട്സപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്യാം. ഞാൻ അവരെ കോൺടാക്ട് ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു, അവർ കറക്റ്റായിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പിക്കപ്പ് ചെയ്യും വീട്ടിൽ നിന്ന്, നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ ഫോൺ തരും അത്രയും ടൈം എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും ഇഷ്യൂസും ഇല്ല എന്നാണ്. സിഗ്നേച്ചർ സീരീസിന് എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം സേഫ് ആയിരിക്കും കേട്ടോ. എന്തായാലും അവർക്ക് വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതിൽ സെപ്പറേറ്റ് ആപ്പൊക്കെ ഉണ്ട്, മോട്ടോർ സിഗ്നേച്ചറിൻ്റെ ആപ്പ്, സപ്പോർട്ട് ചെയ്യാനുള്ള ആപ്പ്, അങ്ങനെ കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്യൂസ് ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മോട്ടോറോള ഇപ്പോൾ എന്താ വെച്ചാൽ സിഗ്നേച്ചർ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ എൻഡ് പ്രീമിയം സീരീസാണ്, നമ്മുടെ എക്സ് സീരീസ് പോലെ വിവോൻ്റെ. അപ്പോൾ അതൊരു എന്തായാലും അത്യാവശ്യം ഇപ്പം ഇമ്പ്രൂവ് ആയിട്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ടോപ്പ് നോച്ച് ആവോ, അതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഗീക്കി രഞ്ജിത്തിൻ്റെ വീഡിയോയിലാണെന്നുണ്ട്. നിങ്ങൾ ഗീക്കി രഞ്ജിത്തിൻ്റെ വീഡിയോ കാണാറുള്ള ആളാണെങ്കിൽ ആളുടെ വീഡിയോ ഇത് അതിൽ ഓൾറെഡി അൺബോക്സിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആൾ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ഫോണാണ്, വലിയ കമൻറ്റ്സ് ഒന്നും ഇല്ല. ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ എടുത്ത് നോക്കി അവർ നെഗറ്റീവ് സംഭവമൊക്കെ പറയുന്നത് വെച്ചാൽ കാശ് കൊടുത്തിട്ടുണ്ടാവില്ല, അതായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാൻ കുറച്ച് കാലമായിട്ടൊന്നും വിചാരിച്ചത് നിൽക്കേണ്ടതെന്ന്. എന്താ വെച്ചാൽ സാധനം കണ്ടിട്ടും അതുപോലെ സ്പെക്സും സംഭവങ്ങളൊക്കെ കണ്ടിട്ടും വലിയ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. പിന്നെ നല്ല പ്രൈസിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്ന X200T ആണ്. അപ്പോൾ X200T നിങ്ങൾക്ക് ആക്ച്വലി എടുക്കാം, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളതിൽ ഇപ്പോൾ എന്താ പറയുക, അതിൽ കുറച്ച് നമ്മുടെ USB 2.0 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വിവോൻ്റെ കാര്യം അറിയില്ല. പോർട്രേറ്റ് വീഡിയോ ഒക്കെ എടുക്കാം, പോർട്രേറ്റ് വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വിവോ ആണ് ടോപ്പിന് വെച്ച്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് നമ്മുടെ X300 ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഫോട്ടോസ് നല്ല ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പോയി കണ്ടു നോക്കുക. പക്ഷേ നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും ഒരു 4 ദിവസം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് നോക്കാത്തൊരു agency.banksupport.in ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ ഈസിയായിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കാം. എലിജിബിലിറ്റി അനുസരിച്ച് അപ്ലൈ ചെയ്യാനും ചെയ്യാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ. അത് കാണാം. ബൈ.